തടവറയിൽ പാർപ്പിച്ചിരിക്കുന്ന ദുഷ്ടനെ ചെന്നൊന്ന് നോക്കി അവന്റെ തലയിലിരുന്ന കിരീടം വലിച്ചു താഴെയിട്ട് ഗരുഡൻ പാമ്പിനെ ഇഴയ്ക്കുന്നത് പോലെ അവന്റെ മുടി പിടിച്ച് നിലത്ത് ഇട്ട് ഉരുട്ടി നെഞ്ചത്ത് കയറിയിരുന്ന് കണ്ണിലേക്കൊന്ന് നോക്കിയപ്പോഴേ കംസൻ മരിച്ചു എന്നാണ് നാളെ വായിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ആയി, വെട്ടിക്കൊന്നോ തല്ലിക്കൊന്നോ എന്നൊക്കെ പറയും. ഭാഗവതം വായിക്കാത്തവരും കേട്ടിട്ടില്ലാത്തവരും നാളെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിക്കൊല്ലുകയും എന്നിട്ട് ആ കിരീടമെടുത്ത് അപ്പൂപ്പന്റെ ശിരസിൽ വെച്ചിട്ട് ഉഗ്രസേന അങ്ങാണ് ഇനി മധുരയുടെ രാജാവ്, ഞാനും കരമടച്ചായിരിക്കും ഇവിടെ ജീവിക്കുന്നത്. എന്നിട്ട് അമ്മയും അച്ഛനെയും പൂട്ടിയിട്ടിരുന്ന തടവറ കാലുകൊണ്ടൊരൊറ്റ തൊഴിച്ച് അത് തല്ലി പിളർന്ന് അമ്മയുടെ അച്ഛൻ്റെയും പാദങ്ങളിൽ പോയി നമസ്കരിച്ചു. പ്രസവിച്ച അന്ന് കുഞ്ഞിനെ അമ്മയും അച്ഛനെയും കാണാൻ പറ്റില്ലല്ലോ, അറിയില്ലല്ലോ. അപ്പോഴേ മധുരയിൽ നിന്ന് ആമ്പാടിയിലേക്ക് അച്ഛൻ കൊണ്ടുപോയി. അമ്മയും അച്ഛനെയും കണ്ടത് മഹാവിഷ്ണുവിന്റെ രൂപമായിരുന്നു എന്ന് നമ്മൾ ഉച്ചയ്ക്ക് വായിച്ചു. ആ മഹാവിഷ്ണുവിന്റെ രൂപം അടക്കി കുഞ്ഞിനെ എടുത്ത് ആമ്പാടിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഭദ്രകാളി അമ്മ എവിടേക്ക് കൊണ്ടുവരികയും കുഞ്ഞിനെ കൊന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ദുഷ്ടൻ സഹോദരി പ്രസവിച്ചു എന്ന് കാവൽക്കാർ ചെന്ന് പറഞ്ഞപ്പോ ഓടി ചേർന്ന് ഉലഞ്ഞ് വലിച്ചെടുത്ത് ഈ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് സ്വന്തം സഹോദരി പറഞ്ഞു. ഈ പെൺകുഞ്ഞാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന 8ാമത്തെ പുത്രനല്ല. എന്നിട്ടും കൊല്ലാനായി മേപ്പോട്ട് പാറയിൽ അടിക്കാൻ ഉയർത്തിയപ്പോൾ നമ്മൾ എന്താ ഉച്ചയ്ക്ക് വായിച്ചേ? കയ്യിൽ നിന്ന് കുഞ്ഞ് തെന്നി മേളോട്ട് പോയി. ദുഷ്ട മൂഢ, നിന്നെ ഞാൻ എന്തേ ചെയ്തടാ മഹാപാപം. ചില പറയില്ല, നീ എന്നോട് എന്ത് ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ നിനക്ക് സഹായമല്ലാതെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നീ എന്തിനാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്? ഞാൻ ഈ അമ്മ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ദുഷ്ട, നിന്നോട് ഞാൻ എന്ത് പിഴച്ചടാ? നിന്നെ കൊല്ലാനുള്ളവൻ ഇവിടെ 2.5 നാഴികയ്ക്ക് മുമ്പ് പിറന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോടാ. നീ ശമ്പളം കൊടുത്ത ഓവർ ടൈം ഡ്യൂട്ടിക്ക് നിർത്തിയിരുന്ന നിന്റെ ഭടന്മാർ ആ കുഞ്ഞ് ജനിച്ചത് അറിയാതെ റിമോട്ട് കൺട്രോളായി താഴെ തുറന്ന ആ കുഞ്ഞിനെ കൊണ്ടുപോയി എന്നെ കൊണ്ടുവന്നതാണ്ടാ. ആ കുഞ്ഞിനെ പ്രസവിച്ച ആ അമ്മയുടെ ഭർത്താവായ വസുദേവൻ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? തന്റെ യഥാർത്ഥ രൂപം കാട്ടി അലറിയപ്പോ കംസൻ വിറച്ചു. ഓ, നിന്നെ കൊല്ലാനുള്ളവൻ ഇനി 12 കൊല്ലം കഴിഞ്ഞ് വരുമടാ ഇവിടെ. അന്ന് അവനോട് എതിർക്കാൻ നിനക്കാവുന്നില്ല. പിന്നെ കൊല്ലാനാണെങ്കിലും നീ എന്റെ പാദങ്ങളിൽ പിടിച്ചത് കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. നിങ്ങൾ ആ ഭദ്രകാളി അമ്മയെ തൊഴാൻ ചെല്ലുമ്പോൾ അവിടെ ഒന്ന് തൊട്ട് തൊഴണം. കൊല്ലാനാണെങ്കിലും നീ എന്റെ പാദങ്ങളിൽ പിടിച്ചില്ലടാ, അതുകൊണ്ട് ഞാൻ നിന്നെ വിടുന്നു. ദുഷ്ടനോട് ജഗദംബിക പറയുകയാണ്. അത് കഴിഞ്ഞ ദുഷ്ടയോട് ഭഗവാൻ പറയുകയാണ്, കൊല്ലാനാണെങ്കിലും നിന്റെ മുലപ്പാൽ ഞാൻ കുടിച്ചത് കൊണ്ട് നിനക്ക് അമ്മയ്ക്കുള്ള ഗതി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പൂതനാവധം എന്ന് പറഞ്ഞില്ല, പൂതനാമോക്ഷം. ശകടാസുര വധം, തൃണാവൃത്ത വധം, ശിശുപാല വധം, കംസവധം, രാവണ വധം എന്നൊക്കെ കേട്ടിട്ടുള്ള നമ്മൾ ഒരു വ്യത്യസ്തത കേൾക്കുന്നു. പൂതനാമോക്ഷം. ആദ്യം നീ എന്നെ മകനായി കണ്ടില്ലേ, ഞാൻ അമ്മയായി കണ്ടു. പിന്നെ നീ എന്നെ കൊല്ലാൻ വേണ്ടി വിഷം തേച്ച മുലയിൽ നിന്ന് മുലപ്പാൽ കുടിച്ചപ്പോൾ നീ എന്നെ ചതിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി നിന്റെ രക്തവും കൂടി ഞാൻ കുടിച്ചു. വിടും നീ എന്ന് നീ അലറി. വിട്ടില്ല. ഹോ, ഭദ്രകാളി പുരാണത്തിൽ പറയും, മഹാവിഷ്ണു 2 പ്രാവശ്യം ചിരിച്ചുകൊണ്ട് ഭദ്രകാളിയാവുന്നുണ്ട്. ഒന്ന് പൂതനയെ കൊല്ലുമ്പോഴും ഒന്ന് കംസനെ കൊല്ലുമ്പോഴും. ഇത് നമ്മൾ മറക്കുന്നു. നിങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവർ, മുതിർന്നവർ വന്നില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം ഒരു നേരമായി, രാവിലെയോ വൈകിട്ടോ നേരമൊക്കെ വെളുപ്പിട്ട് വന്നാൽ സന്ധ്യാവിന് മുമ്പ് വീട്ടിൽ പോകാൻ വേണം. ഇന്നത്തെ കാലമാണ്.